കമ്മോഡിറ്റിയുടെ എഡ്യൂക്കേഷണൽ വീഡിയോ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ വിശകലനത്തിൽ നാം കാണാൻ പോകുന്നത് എന്താണ് സെറ്റിൽമെന്റ് പ്രൈസ്, അതേപോലെ മാർക്കിംഗ് ടു മാർക്കറ്റ് അഥവാ MTMന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. ദിവസേന നടക്കുന്ന ട്രേഡിങ്ങിൽ നമുക്കറിയാം, വിപണി തുടങ്ങുന്നത് ഒരു നിശ്ചിത വിലയിലായിരിക്കും. അത് പിന്നീട് മുകളിലേക്ക് വരികയും പിന്നീട് താഴേക്ക് വരുന്ന ഒരു പ്രവണതയാണ് കാണാൻ കഴിയുന്നത്. ഓരോ ട്രേഡിംഗ് ദിവസത്തിൻ്റെയും അവസാനം ഒരു നിശ്ചിത വിലയിൽ വിപണി ക്ലോസ് ചെയ്യുന്നു. ഇതിനെയാണ് സെറ്റിൽമെന്റ് പ്രൈസ് അഥവാ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. എന്താണ് ഡെയിലി സെറ്റിൽമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഓരോ ട്രേഡിംഗ് ദിവസത്തിൻ്റെയും അവസാനം എല്ലാ ലാഭങ്ങളും നഷ്ടങ്ങളും കണക്കാക്കും. ഇത് ഓരോ ദിവസവും നടക്കുന്ന എല്ലാ വിൽപ്പനകൾക്കും വാങ്ങലുകൾക്കും ബാധകമാണ്. ഇതിനെയാണ് മാർക്കിംഗ് ടു മാർക്കറ്റ് അഥവാ MTM എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഡെയിലി സെറ്റിൽമെന്റ്? ഡെയിലി സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് എല്ലാ ട്രേഡിംഗ് ദിവസത്തിൻ്റെയും അവസാനം ലാഭങ്ങളും നഷ്ടങ്ങളും കണക്കാക്കുന്നതിന് വേണ്ടി ക്ലോസിംഗ് പ്രൈസ് നാം കണ്ടുപിടിക്കും. അതാണ് ഡെയിലി സെറ്റിൽമെന്റ് എന്നുള്ളത് കൊണ്ട് എക്സ്ചേഞ്ചിൽ ഉദ്ദേശിക്കുന്നത്. ഇത് എക്സ്ചേഞ്ചിൽ ദിവസേന നടക്കുന്ന ഓരോ ട്രേഡിങ്ങുകളുടെയും റിസ്ക് നിയന്ത്രിക്കുന്ന ഒരു അളവ് കൂടിയാണ്. ഡെയിലി സെറ്റിൽമെന്റ് അഥവാ ക്ലോസിംഗ് പ്രൈസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം, എല്ലാ ട്രേഡിംഗ് ദിവസത്തിൻ്റെയും അവസാനം ക്ലോസിംഗ് പ്രൈസ് നാം കണ്ടുപിടിക്കുന്നതാണ് അഥവാ എക്സ്ചേഞ്ച് കണക്കാക്കുന്നതാണ്. എല്ലാ ട്രേഡിംഗ് ദിവസത്തിൻ്റെയും അവസാനം നാം മാർക്കറ്റിൽ കാണുന്ന വിലയല്ല ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലോസിംഗ് പ്രൈസ് കണക്കാക്കുന്നത് ട്രേഡിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ട്രേഡിങ്ങിനെ സംബന്ധിച്ച് സാങ്കേതികമായി വിശകലനം ചെയ്യുന്നവർ എല്ലാവരും ഈ ക്ലോസിംഗ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയാണ് ട്രേഡിങ്ങിനെ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഓരോ എക്സ്ചേഞ്ചിലും ഓരോ തരത്തിലാണ് ക്ലോസിംഗ് പ്രൈസ് കണക്കാക്കുന്നത്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഈ ക്ലോസിംഗ് പ്രൈസ് കണക്കാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന രീതിയാണ്. ഇതുപ്രകാരം മാർക്കറ്റ് അവസാനിക്കുന്നതിന് മുൻപുള്ള അവസാന 30 മിനിറ്റിൽ ഏതെല്ലാം പ്രൈസുകളാണോ ഉള്ളത് അതിൻ്റെ ശരാശരിയാണ് ക്ലോസിംഗ് പ്രൈസ് അഥവാ ഡെയിലി സെറ്റിൽമെന്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് ക്ലോസിംഗ് പ്രൈസ് അഥവാ സെറ്റിൽമെന്റ് പ്രൈസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളത് കാണാൻ കഴിഞ്ഞു. ഇത് ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. റാം 1 കിലോ മാങ്ങ ലക്ഷ്മന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് കരുതുക. 40 രൂപ നിരക്കിൽ വാങ്ങി. മാങ്ങയുടെ അന്നേ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് 50 രൂപയാണ്. എങ്ങനെയാണ് മാർക്കിംഗ് ടു മാർക്കറ്റ് അഥവാ ക്ലോസിംഗ് പ്രൈസ് അഥവാ സെറ്റിൽമെന്റ് പ്രൈസ് കണക്കാക്കുന്നത്? റാം വാങ്ങിയ ആളും ലക്ഷ്മൺ വിൽപ്പനക്കാരനുമായതുകൊണ്ട് ലക്ഷ്മൺ 10 രൂപ ലാഭം റാമിന് കൊടുക്കണം. ഇതുതന്നെയാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ദിവസേന എക്സ്ചേഞ്ചിൽ നടക്കുന്ന ട്രേഡിങ്ങിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ലാഭങ്ങളും നഷ്ടങ്ങളും കണക്കാക്കുമ്പോഴാണ് ട്രേഡിംഗ് അക്കൗണ്ടിലെ തുകയ്ക്ക് മാറ്റമുണ്ടോ അഥവാ നഷ്ടം വരുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പണം വീണ്ടും നിക്ഷേപിക്കണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ട്രേഡിംഗ് അക്കൗണ്ടിലെ തുകയ്ക്ക് നഷ്ടം വരുമ്പോൾ ആണ് മെയിൻ്റനൻസ് മാർജിൻ വരുന്നത്. നിശ്ചിത പരിധിക്ക് താഴെ ട്രേഡിംഗ് അക്കൗണ്ടിലെ തുക വരുമ്പോൾ ഗുഡ്വിൽ തുക നിക്ഷേപിക്കുന്നതിനു വേണ്ടി നിങ്ങളുമായി ബന്ധപ്പെടും. ട്രേഡിംഗിൽ ലാഭമുണ്ടായാൽ അത് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കപ്പെടും. ഇത്തരത്തിൽ ക്ലോസിംഗ് പ്രൈസ് കണക്കാക്കുന്നതിലൂടെ ട്രേഡിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. കമ്മോഡിറ്റി ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വീഡിയോ വിശകലനങ്ങൾ തുടർന്നും കാണുക. താങ്ക് യു.